ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കരിശ്ശേരിയാണ്. നല്ല വരിക്കച്ചക്ക വേണം ഇതിന് ഉപയോഗിക്കാൻ. നല്ല മൂത്ത ചക്ക എങ്കിൽ ഏറ്റവും ഉത്തമം. അപ്പോൾ ഇന്നൊരു ചക്ക കിട്ടി, നല്ല മൂത്ത ചക്ക. അപ്പോൾ ചക്കരിശ്ശേരി വെക്കുക പറഞ്ഞാൽ നല്ല പണിയുണ്ട്. അതിൻ്റെ മാടലൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് ചവണിയൊക്കെ കളഞ്ഞ് ഉണ്ടാക്കണേ നല്ല ബുദ്ധിമുട്ടാണ്. എന്നാലും ഉണ്ടാക്കി വെച്ചാൽ നല്ല കഴിക്കാൻ. എൻ്റെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഞാനെപ്പോഴും ഉണ്ടാക്കി കൊടുക്കും. എൻ്റെ മക്കൾ ദുബായിലുള്ള മക്കൾക്കൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിടും. പിന്നെ ഫ്രീസറിൽ വെച്ചിട്ട് നല്ല മൂത്ത ചക്ക നോക്കി നല്ല നുറുക്കിയരിഞ്ഞ ചക്കക്കുരുവൊക്കെ അതിലിട്ടും. അങ്ങനെ അത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കരിവേപ്പില, ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിലാണ് ഇടുക. കുക്കറിൽ 2-3 വിസിൽ വെക്കുന്നവരെ 3-4 കുക്കർ വെക്കുക. നല്ല പാകമായിട്ടുണ്ടാവും വേവ്. അത് വെന്ത് വരുമ്പോഴത്തേന് നാളികേരം, ഒരു മുറി 1.5 മുറി നാളികേരം, ചെറിയ ഉള്ളി, നല്ല ജീരകം, ഇതൊക്കെ മിക്സിയിലടിച്ചിട്ട് ഈ ചക്ക വെന്തെന്ന് തുറന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ചേർക്കണം. ചേർത്തിട്ട് നല്ല ചക്കയും നാളികേരം കൂടി നല്ല ജോയിൻ്റ് ആകുന്നവരെ ഇളക്കി വിടണം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുക. വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, പിന്നെ കറിവേപ്പില, ചെറിയ ഉള്ളി 2-3 ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞിടും. പിന്നെ നാളികേരം അതിലിട്ടിട്ട് വറുക്കും. എന്നിട്ടാണ് വറുത്തിട്ട് നല്ല മണമാണ്. നാളികേരത്തിൻ്റെയും കറിവേപ്പിലേൻ്റെയും വറ്റൽമുളകിൻ്റെയും എല്ലാം കൂടി നല്ല മണമാണ്, നല്ല ടേസ്റ്റാണ്. നല്ല ഇളക്കിയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ.